ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ദിവസം എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 3:58 3:58 നമ്മൾ അലാറം വെച്ചത്. അപ്പോൾ തന്നെ നമ്മൾ നീച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ടൈം ലാബ്സിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഫോൺ എടുത്തൊക്കെ വേണം ഗൈസ് ഒരു കാര്യം കണ്ടേ, ഫോണിൽ റെക്കോർഡ് ആയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു എന്താ ഉണ്ടായത്, എന്താ സംഭവം, ഞാൻ കഷ്ടപ്പെട്ട് സാധാരണയൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടി 10 മിനിറ്റോളം എൻ്റെ പോയിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് തന്നെ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാട്ട് പ്രാക്ടീസിൽ കഴിഞ്ഞ് പിന്നെ ഇന്ന് പാട്ട് വിടുമ്പോൾ എനിക്ക് തൊണ്ടൊക്കെ ക്ലിയർ ആയിട്ട് നിന്നിട്ടാ. എനിക്ക് തൊണ്ടയിൽ അങ്ങനെ അധികം സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്തില്ല, നല്ലൊരു കുറച്ച് ഒഴുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാട്ട് പ്രാക്ടീസിൽ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോകണം ഗൈസ്. എനിക്കെന്തോ കുറച്ച് ക്ഷീണം വന്നു ഗൈസ്, എന്താ അറിയില്ല, ഉറക്കത്തിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞ് നമ്മളടുത്ത പരിപാടി ഭക്ഷണം ചെയ്യണേ. അപ്പോൾ ഇന്നെൻ്റെ ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം കിട്ടുന്നത് ഗൈസ്, റാഗിയുടെ പുട്ടാണ് കഴിക്കാൻ പോകുന്നത്. റാഗിയുടെ പുട്ട് പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ പോകണം. പപ്പടം ഓയിലാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ഐറ്റംസ് ഞാൻ കഴിക്കലില്ല കേട്ടോ. ഐറ്റംസ് കഴിക്കലില്ല പറയുമ്പോൾ ഞാൻ ഓയിലായിട്ടുള്ള ഭക്ഷണം അധികം കഴിക്കില്ല ഗൈസ്. ഓയിൽ കഴിച്ച് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ കബ്ബം വരും ഗൈസ്, കബ്ബം. പിന്നെ ഇന്ന് ടി വി ഒന്നും കണ്ടില്ല കേട്ടോ. ടി വിക്ക് നേരില്ല, കണ്ടില്ല, 9:30 ആയിരിക്കണം, 10 മണിക്ക് എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് സമയം കിട്ടിയില്ല ഗൈസ്. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം, എന്ത് ടൈപ്പിൽ പറയണം, അങ്ങനെ കുറച്ച് പ്ലാനിങ്ങൊക്കെ ആയിരുന്നു ഗൈസ്. പ്ലാനൊന്നും ചെയ്തില്ല, പിന്നെ കംപ്ലീറ്റ് ആയതില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. വോയിസ് കൊടുത്തു, പക്ഷേ മൊത്തം എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ എഡിറ്റിംഗ് ഒന്നും അറിയില്ല ഗൈസ്. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് വരണുള്ളൂ. എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം, എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. ബട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. ബട്ട് ഒക്കെ ആയി വരും ഗൈസ്. പിന്നെ ഫേസിൽ ഐസ് റബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നേരെ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ തന്നെയാണ് പോകണത്, ഇന്നലത്തെ പോലെ തന്നെ ബസ്സിൽ വർക്കിന് പോവുകയാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല ഗൈസ്. ബസ്സിൽ കുറച്ച് നേരം ഇരുന്നുറങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ച് ഉറക്കമില്ല ഗൈസ്, ഉറക്കം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. കോൺട്രാസ്റ്റ് കൂടി എടുക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയാണ് വീഡിയോ എടുക്കുക? നമ്മൾ ഈവനിങ് 3 മണി ടൈമായപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ പോവാണ്. ഒരു കടല കഴിച്ചിട്ടുണ്ട് ഗൈസ്, ഒരു മസാലക്കടല ഓയിലാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് ഗൈസ്. ഞാൻ വേറെ കടലൊന്നും കിട്ടാനുമില്ല. പിന്നെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. അതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു പകരം കടല ഗൈസ്. ഇപ്പോഴൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഗൈസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഗൈസ്. കാരണം ഇത്ര നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഡിസയർ ആയിരുന്നു ഗൈസ്, ഒരു യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് തുടങ്ങി വെച്ച ഒരു നിമിഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷമാണ് ഗൈസ്, ഭയങ്കര സന്തോഷമായി. നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. വീട്ടിലൊരു 9:15 ആകുമ്പോൾ വീട്ടിലെത്തും. 9:19 വീട്ടിലെത്തും. പിന്നെ ഭക്ഷണം കഴിക്കുക, അടുത്ത പരിപാടി 10 മണിക്ക് ഉറങ്ങണമെന്നുണ്ട് ഗൈസ്. കാരണം 10 മണിക്ക് ഉറങ്ങിയാലാണ് നമുക്ക് 4 മണിക്ക് എണീക്കുമ്പോൾ ഒരു എത്ര മണിക്കൂർ ഉറക്കം കിട്ടും? ഒരു 6 മണിക്കൂർ തോന്നുന്നു ഗൈസ്. 6 മണിക്കൂറെങ്കിലും കറക്റ്റ് നമുക്ക് ഏകദേശം ഉറക്കം കിട്ടുള്ളൂ. നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആയിട്ട് ഗൈസ് എനിക്ക് ഉഷാറായി നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കണം ഗൈസ്. എനർജറ്റിക് ആയിട്ട് നിൽക്കണം, അതാണ് എൻ്റെ പ്ലാൻ. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം അതാണ് ഗൈസ്. അപ്പോൾ ഇപ്പിക്കാണൊക്കെ ഇന്നലെ എടുത്ത വീഡിയോ ഉണ്ട്, സന്തോഷത്തിലാണ് യൂട്യൂബ് തുടങ്ങി അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നൊരു ചെറിയൊരു സന്തോഷം. ഞാൻ ഇതൊന്നുമില്ല ഗൈസ്, ഇതിലപ്പുറം കുരങ്ങ കളി കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ മെയിലഴുകി, ഞാൻ ശരിക്കും മെയിലഴുകാണ്ട ചോറുണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. ശരിക്കും അങ്ങനെയാണ് ചെയ്യാറ്. ബട്ട് ഇനി മുതൽ കുളിക്കും ഗൈസ്. കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങൾ കണ്ടിരുന്നു, പാത്രങ്ങൾ കഴുകി ഒരു 10-15 മിനിറ്റ്. ഇപ്പോൾ 10-15 മിനിറ്റ് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ അന്നത്തെ പരിപാടി ഏകദേശം ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട് തോന്നുന്നു. 10:30 തോന്നുന്നു ഗൈസ്, 10:30 സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് കിടന്ന് ഗൈസ്. കിടക്കണ മുന്നൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പല്ല് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിപ്പോൾ ഈ അടുത്ത് 3 ദിവസം കൊണ്ട് തുടങ്ങിയ രീതിയിലാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. ബൈ.
ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം 1:30 ഗൈസ്. നല്ല ഇടിമഴയാണ് ഗൈസ്. ഞാനിപ്പോൾ പേടിക്കാൻ കുറച്ച് കാറുണ്ട് ഗൈസ്. അതെന്താന്ന് ഞാനിപ്പോൾ പറയില്ല. അപ്പോൾ പേടിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഞാൻ ഒരു 8 മാസം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇടിമഴയ്ക്ക് വേണ്ടി നമ്മൾ കിടന്നുറങ്ങാൻ നോക്കിയിട്ടുള്ളത് 2:10 2:05 സമയത്താണ് ഗൈസ്. പിന്നെ നാളെ എന്താവണോ കണ്ടറിയാം.